ബലിപെരുന്നാളിൻ്റെ സന്തോഷ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹ കവാടങ്ങൾ മലർക്കെ തുറന്നുകൊടുക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസമാണ് ബലിപെരുന്നാളിൻ്റെ ദിവസം. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ഉന്നതമായ മഹത്വമേറിയ ദിവസം യൗമുൻ നഹർ, അത് ബലിപെരുന്നാളിന്റെ ദിവസമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ ഹാജിമാർ പരിശുദ്ധമായ മിനയിൽ ജംറാത്തുകളിൽ കല്ലെറിഞ്ഞുകൊണ്ട് അവർ അവരുടെ ഹജ്ജിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നാം ഓരോരുത്തരും തക്ബീറുകൾ ചൊല്ലി പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്ന ഈ സമയം പെരുന്നാൾ നിസ്കരിക്കുകയും ഖുതുബയിൽ പങ്കുകൊള്ളുകയും അത് ശ്രദ്ധിച്ചു കേൾക്കുകയും ഉളുഹിയത്ത് എന്ന ബലിദാനം നാം ഓരോരുത്തരും നിർവഹിക്കുകയും അതിൽ പങ്കാളികളാകുകയും ഒക്കെ ചെയ്യുമ്പോൾ നെഞ്ചോട് ചേർത്ത് പരസ്പരം സൗഹൃദം നമ്മൾ പുതുക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ആ നിലക്ക് ഇന്നത്തെ ദിവസം നന്മകൾ കൊണ്ട് നാം ധന്യമാക്കുമ്പോൾ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അവന്റെ റഹ്മത്തിന്റെ മലക്കുകളിലൂടെ അള്ളാഹു ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കും നമ്മുടെ കുടുംബാദികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന്റെ സർവ്വാനുഗ്രഹങ്ങളും അതിന്റെ സമ്പൂർണമായ അർത്ഥത്തിൽ ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ മുഴുവൻ ഹാജിമാർ, ഹജ്ജുമ്മമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത അമലുകൾ മഖ്ബൂലായി മബ്റൂറായി പടച്ചവന്റെ പൊരുത്തത്തിലായി സമ്പൂർണമായി അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഈ മഹല്ലിലെ, ഈ നാട്ടിലെ മുഴുവൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ബലിപെരുന്നാളിന്റെ സ്നേഹം നിറഞ്ഞ ഹൃദ്യമായ ആശംസകൾ ആദ്യമായി ഞാൻ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅ്മാൽ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാളും ഉളുഹിയത്തും നമ്മിൽ ഉണർത്തേണ്ടത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇവരുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഓർമ്മകളും തുല്യതയില്ലാത്ത അവരുടെ ജീവിത പോരാട്ടത്തിന്റെ സ്മരണകളുമാണ്. ബലിപെരുന്നാളിന്റെ സന്ദേശം അതാണ്. ഇതറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. ബലിപെരുന്നാളും ഉളുഹിയത്തും എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കുടുംബവുമായി ബന്ധപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെ ഏറ്റവും വലിയ പോരാളികൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹയുമാണ്. അവരെക്കാളും വലിയ പോരാട്ടം ഈ ദുനിയാവിൽ നടത്തിയവർ വേറെ ഇല്ല എന്ന് പറയാം. അവരുടെ ആ പോരാട്ടത്തിൽ എതിരാളികളായി മുന്നിലുണ്ടായിരുന്നത് ആരാണ്?
അവർ ആരോടാണ് പോരാട്ടം നടത്തിയത്? സ്വന്തം ശരീരത്തിന്റെ സമ്മർദ്ദങ്ങളോടാണ് അവർ പോരാട്ടം നടത്തിയത്. നഫ്സാനിയത്തിനോടാണ് അവർ യുദ്ധം ചെയ്തത്. സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സമ്മർദ്ദങ്ങളും അതിനെ മറികടക്കാനുള്ള ലോകത്ത് തുല്യതയില്ലാത്ത പോരാട്ടം നടത്തിയ ഒരു കുടുംബം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമാണ്. ഇന്നി അസ്ഖൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ്. കഴിക്കാൻ കനിയില്ലാത്ത, ഭക്ഷണമില്ലാത്ത വെറുമൊരു മരുഭൂമിയിൽ, ഒരു മലഞ്ചെരുവിൽ എന്റെ പ്രിയപ്പെട്ട സന്താനത്തെ കൊണ്ടുപോയി ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്. വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ, ഒരു മനുഷ്യ കുഞ്ഞിന്റെ സാന്നിധ്യം പോലുമില്ലാത്ത മരുഭൂമിയിൽ, ചരിത്രം നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മരുഭൂമിയിൽ, വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ എന്റെ പിഞ്ചു പൈതലിനെ ഞാൻ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്, താമസിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചതാണ്. ഏകദേശം 1200 കിലോമീറ്ററിന്റെ മുകളിൽ അകലെ ഫലസ്തീനിൽ നിന്നുള്ള, അവിടെ നിന്ന് മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ മനസ്സിൽ തോന്നിപ്പിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വേണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ തോന്നൽ ശ്രദ്ധിക്കാതെ വിട്ടുകളയാമായിരുന്നു. അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. സ്വന്തം മകനാണ്, സ്വന്തം ഭാര്യയാണ്, അങ്ങകലെ ആരും സഹായത്തിനില്ലാത്ത പ്രദേശത്താണ്, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത മരുഭൂമിയിലാണ് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്. വേണമെങ്കിൽ അത് കണ്ടില്ല, അത് കേട്ടില്ല എന്ന് നടിക്കാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വന്തം മകനെ, ഭാര്യയെ കൈവിടല്ലേ, കൈയൊഴിയല്ലേ, നിങ്ങളുടെ എല്ലാമല്ലേ എന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആ സമ്മർദ്ദം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റബ്ബാനിയത്തിനെ സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ സമ്മർദ്ദത്തെ, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ തെരഞ്ഞെടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. വേണമെങ്കിൽ ആ മരുഭൂമിയിൽ കൊണ്ടുപോയി തങ്ങളെ ഉപേക്ഷിക്കുകയാണ് എന്നറിഞ്ഞപ്പോ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പറയാം, ഞങ്ങളെ ഉപേക്ഷിക്കല്ല, ആരും സഹായിക്കാനില്ലാത്ത സ്ഥലമാണ്, പ്രദേശമാണ്, ഇവിടെ എന്തിന് ഞങ്ങളെ ഉപേക്ഷിക്കണം, അങ്ങയോടൊപ്പം ഞങ്ങൾ മടങ്ങി വരികയാണ്. ബഹുമാനപ്പെട്ട ഹാജർ ബീവിക്ക് അങ്ങനെ മറുപടി കൊടുക്കാം. ഏതൊരു പെണ്ണും അങ്ങനെയാണല്ലോ ആ സമയത്ത് പ്രതികരിക്കുന്നത്. തൊട്ടപ്പുറയുള്ള വീട്ടിൽ കൊണ്ടുപോയി വാടകയ്ക്ക് താമസിപ്പിക്കുകയല്ലല്ലോ. സ്വന്തം നാട്ടിൽ നിന്ന് 1200 കിലോമീറ്റർ അപ്പുറ വിജനമായ, മനുഷ്യരില്ലാത്ത, ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കല്ലേ, ഞങ്ങളും മടങ്ങുകയാണ്, ഞങ്ങളെ സഹായിക്കാൻ ആരുണ്ട് ഇവിടെ എന്ന് ചോദിക്കാം. ഏതൊരു പെണ്ണും അങ്ങനെയാണല്ലോ ചോദിക്കുന്നത്. അത് നഫ്സാനിയത്താണ് ഹാജറ ബീവിയെ സംബന്ധിച്ചിടത്തോളം. സ്വന്തം ശരീരത്തിന്റെ താല്പര്യവും സമ്മർദ്ദവുമാണ്. പക്ഷേ അള്ളാഹുവിന്റെ നിർദ്ദേശമാണിത് എന്നറിഞ്ഞപ്പോൾ ഇതല്ല യുദീഅന അല്ലാഹ്, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈയൊഴിയില്ല എന്ന് പറഞ്ഞ് റബ്ബാനിയത്തിനെ സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ താല്പര്യത്തെ ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ തയ്യാറാകുകയാണ് ചെയ്തത്. സ്വന്തം മകന്റെ പിഞ്ചു പൈതലിന്റെ കഴുത്തിൽ കത്തിവച്ചറുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നമാണ് കണ്ടത്. ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക, ഞാൻ സ്വപ്നം കണ്ടു നിങ്ങളെ മോനെ അറുക്കുന്നതായി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ സ്വപ്നം വേണമെങ്കിൽ തള്ളിക്കളയാലോ. ആ സ്വപ്നം വെറും സ്വപ്നമാണ്, കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ ലോകത്ത് വേറെ ആരറിയാനാണ്?
സ്വന്തം പിഞ്ചോമന പൈതലിന്റെ കഴുത്തിൽ കഠാര വച്ചറുക്കാനുള്ള നിർദ്ദേശമാണ് സ്വപ്നത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹ താല്പര്യത്തിന്റെ പേരിൽ വേണമെങ്കിൽ അത് കണ്ടില്ലെന്ന് കണ്ണടയ്ക്കാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അത് കണ്ണടച്ചാൽ അവിടെ നഫ്സാനിയത്താണ് വിജയിക്കുന്നത്. സ്വന്തം നഫ്സിന്റെ, ശരീരത്തിന്റെ, മനസ്സിന്റെ, ഖൽബിന്റെ താല്പര്യത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ബലിദാനത്തിന് തയ്യാറായത് റബ്ബാനിയത്തിന് വഴങ്ങിക്കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുനിയാവിൽ ഇതിന് തുല്യമായ വേറൊരു പോരാട്ടം ഇല്ല. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വേണമെങ്കിൽ അത് സമ്മതിക്കാതിരിക്കാം. പാപ്പ എന്നെ അറുക്കല്ലേ എന്ന് പറയാം. ഞാൻ 7 വയസ്സുള്ള കുഞ്ഞല്ലേ, എന്നെ അറുക്കല്ലേ എന്ന് പറയാം. നിങ്ങൾ മകനെ കൊണ്ടുപോയിട്ട് ബലി കൊടുക്കല്ലേ എന്ന് ഹാജർ ബീവിക്ക് പറയാം. പക്ഷേ അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയും ഹാജർ ബീവിയും റബ്ബാനിയത്ത്, അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ, പടച്ചവന്റെ ഇഷ്ടം അതാണെങ്കിൽ, അള്ളാഹുവിന്റെ നമ്മോടുള്ള സമ്മർദ്ദം അതാണെങ്കിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കുകയാണ് ഞങ്ങൾ എന്ന് തീരുമാനിച്ചത്. അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ പോരാട്ടം. അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ജിഹാദ്, ജിഹാദുൽ ഖൽബ്. സ്വന്തം ശരീരത്തോട്, ഖൽബിനോട്, മനസ്സിനോട്, അതിന്റെ താല്പര്യങ്ങളോട്, അതിന്റെ ഇഷ്ടങ്ങളോട്, ആ ഇഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളോട് നാം പോരാടി വിജയിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടവും താല്പര്യവും എന്തോ ആ താല്പര്യത്തിന് നമ്മുടെ ശരീരത്തെ നാം വഴങ്ങിക്കൊടുക്കലാണ്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ പോരാട്ടം. ആ പോരാട്ടത്തിലാണ് നമ്മൾ ജയിക്കേണ്ടത്. ലോകത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ഇനി ഒന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല. ഫലസ്തീനിലെ നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾ, ഇനി ഒന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല. 40,000-ഓളം ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 100,000-ഓളം ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ് കഴിയുന്നു. ഓരോ ദിവസവും അവരിൽപ്പെട്ട ഓരോരുത്തരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചികിത്സയില്ലാതെ, മരുന്നില്ലാതെ, ഹോസ്പിറ്റലില്ലാതെ, കിടക്കാൻ വീടില്ലാതെ, അവരുടെ എല്ലാം നശിച്ചല്ലോ. നമുക്കറിയാം, വിശദീകരിക്കേണ്ട കാര്യമില്ല. ദുനിയാവിൽ അവർക്കൊരു പ്രതീക്ഷയും ബാഹ്യമായി നോക്കുമ്പോ ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും അവരുടെ മുന്നിലില്ല. എല്ലാം നശിച്ച് ദുനിയാവിൽ ഇനി ഒന്നും നശിക്കാനില്ലാത്ത, ബാക്കിയില്ലാത്ത ഒരു ജനവിഭാഗം. എന്തേ അവരെ അല്ലാഹു സഹായിക്കാത്തത് എന്ന് നമ്മൾ പരിഭവം പറയുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുഞ്ഞുപോലും അങ്ങനെ പരിഭവം പറയാതിരിക്കുന്നത് അവരുടെ നഫ്സാനിയത്തിനേക്കാൾ റബ്ബാനിയത്തിന് വഴങ്ങിക്കൊടുക്കുന്നതിന്റെ പേരിലാണ്. സ്വന്തം ശരീരം കൊണ്ട്, ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന അത്തരം ചിന്തകളും താല്പര്യങ്ങളും, മനസ്സിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നിരാശയുടെ അത്തരം വാക്യങ്ങൾ, വാചകങ്ങൾ, ചിന്തകൾ, അതിന് വഴങ്ങിക്കൊടുക്കാതെ എല്ലാം അല്ലാഹുവാണ്, റബ്ബിലാണ് പ്രതീക്ഷ. ഇപ്പോഴും ഏത് സമയത്തും അവരുടെ ടെന്റുകളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുമ്പോഴും ശത്രുക്കളായ ജൂതന്മാരുടെ മിസൈലുകളും ബോംബുകളും ഏത് സമയത്ത് പോലും നമ്മുടെ തലയ്ക്ക് മീതെ വന്ന് വീഴാം എന്ന ആശങ്കയിൽ അവർ കഴിയുമ്പോഴും ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട് എന്നവർക്ക് പറയാനും ചിന്തിക്കാനും കഴിയുന്നതിലൂടെ ലോകത്തെ തുല്യതയില്ലാത്ത ആർജവത്തിന്റെ, ഈമാനിന്റെ, തഖ്വയുടെ, പ്രതീക്ഷയുടെ, ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി ലോക ജനതയ്ക്ക് മുന്നിൽ ഇന്നും അവശേഷിക്കുന്ന പാവപ്പെട്ട വിഭാഗം തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നഫ്സാനിയത്തിന്, സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും, വേണ്ടാത്ത ചിന്തകളും, ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വേണ്ടാത്ത സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിലാണ്. റബ്ബാനിയത്തിന്, അള്ളാഹുവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ, റബ്ബാനിയത്തിനെ സ്വീകരിച്ചതിന്റെ പേരിലാണ്. ബലിപെരുന്നാൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. ബലിപെരുന്നാൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും പടച്ചവനിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബാനിയത്തിന് സ്വീകരിക്കലുമാണ്. അതാണ് മുസ്ലിമിന്റെ വിജയമെന്ന് പലപ്പോഴും ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ
നിസ്സഹായരായി പോകുന്ന പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മനുഷ്യരാകുന്ന നമ്മൾ ആരുമല്ല. നമ്മുടെ സംവിധാനങ്ങളൊക്കെ വെറുതെയാണ്, നമ്മുടെ സമ്പത്ത് വെറുതെയാണ്, ശാസ്ത്രം വെറുതെയാണ്, ടെക്നോളജിയൊക്കെ നിസ്സാരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന പല സന്ദർഭങ്ങൾ. കോവിഡും പ്രളയവും ഒന്നും ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇടക്കിടക്ക് നമ്മൾ അതൊക്കെ ഓർക്കണം. കോവിഡും പ്രളയവും, സോപ്പിട്ട് കൈ കഴുകിയാൽ നശിച്ചു പോകുന്ന കോവിഡ് വൈറസിനെ പേടിച്ചുകൊണ്ട് 2 വർഷക്കാലം വീടുകളിൽ നിന്ന് വെളിയിലിറങ്ങാതെ നമ്മൾ മാത്രമല്ല, കേരളക്കാര് മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യം മാത്രമല്ല, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലുള്ള മനുഷ്യരും അവരവരുടെ വീടുകൾക്കുള്ളിൽ 1-2 മാസമല്ല 2 വർഷക്കാലം പേടിച്ചു വിറച്ചാണ് ഒളിച്ചിരുന്നത്. സത്യത്തിൽ അതാണ് നമ്മൾ ഒളിച്ചിരിക്കുകയാ ചെയ്തത്. സോപ്പിട്ട് കഴുകിയാൽ നശിച്ചു പോകുന്ന കോവിഡ് വൈറസിനെ പേടിച്ച് 2 വർഷക്കാലം നമ്മൾ ഏകദേശം വീടിന് വെളിയിലിറങ്ങാതെ പേടിച്ച് ഒളിച്ചിരുന്നവരാണ് നമ്മൾ. നമ്മുടെ വൈദ്യശാസ്ത്രവും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ നോക്കുകുത്തിയായി പോയ കഴിഞ്ഞ 2 വർഷങ്ങൾ നമ്മൾ അതിനെ മറക്കരുത്. ഇടക്കിടക്ക് നമ്മൾ ഓർക്കണം, പ്രളയത്തിന്റെ ഭീകരമായ അവസ്ഥകൾ നേരിട്ട് കണ്ടവരാണ് നമ്മൾ. പ്രളയത്തിന്റെ ഭീകരമായ അവസ്ഥകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച തുടർച്ചയായി മഴ നീണ്ടു നിന്നപ്പോ 20,000 കോടി രൂപയുടെ മുകളിലുള്ള നഷ്ടമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായത്. മഴയൊന്ന് തോരാതെ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് നിന്നപ്പോ 20,000 കോടി രൂപയുടെ മുകളിലുള്ള നഷ്ടം നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായതാണ്. വെള്ളം ഒഴുകി പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടില്. വെള്ളം പിടിച്ചു നിർത്താൻ 22 അണക്കെട്ടുകളുണ്ട്, ചെറുതും വലുതുമായ അണക്കെട്ടുകൾ. ഒഴുകിപ്പോകാൻ തോടുകളുണ്ട്, 55 വലിയ നദികളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഒരിടത്തും വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകാൻ. എന്ന് മാത്രമല്ല, ഏകദേശം 600 കിലോമീറ്ററോളം തീരപ്രദേശമാണ് നമ്മുടെ കേരളത്തിൽ. കടലിനോട് ചേർന്നാണ്, അതും ഏകദേശം 600 കിലോമീറ്റർ. തോടുകളിലെയും കനാലുകളിലെയും പുഴകളിലെയും നദികളിലെയും ഒക്കെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാൻ ഒരു തുള്ളി വെള്ളം പോലും കരപ്രദേശത്ത് ബാക്കിയാകാത്ത നിലക്ക് ഒഴുകിപ്പോകാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഒരാഴ്ച തുടർച്ചയായിട്ട് മഴ പെയ്തപ്പോ ആ പ്രളയത്തിന്റെ വേദനിപ്പിക്കുന്ന ഭീകരമായ അനുഭവങ്ങൾ നേരിട്ട് അറിഞ്ഞവരാണ് നമ്മൾ. എല്ലാം നോക്കുകുത്തിയായി പോയില്ലോ. 5 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പ്രദേശം തുരുത്തുപോലെ വെള്ളത്താൽ ഒറ്റപ്പെട്ടു പോയപ്പോ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ധനാഢ്യനായ മനുഷ്യൻ ബെൻസ് കാർ ഓടിച്ചുകൊണ്ട് ആ ദുരിതാശ്വാസ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? 5 കിലോ അരി കിട്ടാൻ എന്തെങ്കിലും വകയുണ്ടോ? 5 കിലോ അരി വേണം. വീട്ടിൽ കുറച്ചു പേര് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഉണ്ടായിരുന്ന അരിയൊക്കെ തീർന്നു. ബെൻസ് കാറുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, പോക്കറ്റില് പൈസ ഉണ്ട്, വീട്ടില് പൈസ ഉണ്ട്, വലിയ ബംഗ്ലാവ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ 5 കിലോ അരി കിട്ടാൻ ഒരു വകയില്ല. അങ്ങനെ നാം ഒറ്റപ്പെട്ടു പോയ ആ നിലക്ക് ഒരു നേരത്തെ അരിക്ക് പോലും, കോടീശ്വരന്മാര് പോലും ഒരു നേരത്തെ അരിക്ക് പോലും കൈനീട്ട അവസ്ഥ വന്ന ആ ഭീകരമായ അവസ്ഥകൾ, അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളാരുമല്ല, നമ്മുടെ കഴിവും നമ്മുടെ തന്റേടവും ഒന്നുമല്ല. നമ്മുടെ സമ്പത്ത് വെറുതെയാണ്, നമ്മുടെ മറ്റ് കഴിവുകൾ വെറുതെയാണ്. ടെക്നോളജിയും സാങ്കേതിക വിദ്യകളും സയൻസും എത്ര വളർന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ വെറും നിസ്സാരരാണ് ഈ ദുനിയാവിന്റെ മുകളിൽ, ഈ ഭൂമണ്ഡലത്തിന്റെ മുകളിൽ എന്ന നമ്മെ പഠിപ്പിച്ച, ബോധ്യപ്പെടുത്തി തന്ന സംഭവങ്ങളാണ് അതൊക്കെ. നമ്മൾ ഇടക്ക് ഓർക്കണം, നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മൾ പലരുടെയും കണ്ണുകൾ അതിന്റെ പേരിൽ അന്ന് തുറന്നത് അത് കഴിഞ്ഞപ്പോ തന്നെ അടഞ്ഞുപോയി എന്നുള്ളതാ സത്യം. എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു പലർക്കും, നമുക്കെല്ലാവർക്കും. പക്ഷെ പിന്നീട് നമ്മുടെ കണ്ണ് അതിലേക്ക് തുറന്നിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഈ ദുനിയാവിൽ ആത്യന്തികമായി പ്രതീക്ഷയുള്ളത്, നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത് അള്ളാഹുവിനെയാണ്, അവന്റെ സഹായത്തെയാണ്.
അവനാണ് നമ്മെ രക്ഷിക്കേണ്ടത്, നമ്മെ സംരക്ഷിക്കേണ്ടത് അവനാണ് എന്ന ബോധ്യമാണ് ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഖൽബും എന്തൊക്കെയാണോ നമ്മോട് കൽപ്പിക്കുന്നത്, മനസ്സിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സമ്മർദ്ദങ്ങളും എന്തൊക്കെയാണോ അതിനെ മറികടന്നുകൊണ്ട് റബ്ബാനിയത്തിന് കീഴ്പ്പെടാൻ, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് വഴിപ്പെടാൻ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, അതിനാണ് ഒരു മുസ്ലിമിന് സാധിക്കേണ്ടത്. ബലിപെരുന്നാൾ നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. നമ്മൾ പലരും തോറ്റുപോകുന്നത് അവിടെയാണ്. പലരും തോറ്റുപോകുന്നത്, നിങ്ങൾ ബാങ്കിന്റെ സമയത്ത് നിങ്ങൾ നിശബ്ദരായിരിക്കണം. ഒരു ചെറിയൊരു ഉദാഹരണം, നമുക്ക് കഴിയണില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ നിശബ്ദരാകണം. എത്ര വലിയ ഗൗരവത്തിലുള്ള വർത്തമാനമാണെങ്കിലും നിങ്ങൾ ചുണ്ട് പൂട്ടണം, നാവടക്കണം. ചെയ്തില്ലെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റൂല കേട്ടോ. മരണം മോശമാകും, നല്ല മരണം നിങ്ങൾക്ക് ലഭിക്കില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കഴിയണുണ്ടോ? പലപ്പോഴും നമ്മിൽ പലർക്കും കഴിയുന്നുണ്ടോ? സാധിക്കുന്നില്ലല്ലോ. മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം, കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ അവന് പ്രയാസമുള്ളത് സുബഹി നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപടവിശ്വാസിക്ക് ഏറ്റവും കടുപ്പമുള്ളത് സുബഹിന്റെ ജമാഅത്താണ്, അല്ലെങ്കിൽ നിസ്കാരമാണ്. നഷ്ടപ്പെടുത്തി കളയുന്നവർ എത്രയോ ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും നിർദ്ദേശങ്ങളും താല്പര്യങ്ങളും അതിന് വഴങ്ങിക്കൊടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും പിന്നാലെ സഞ്ചരിക്കുകയാണ്. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നോട് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്, നമ്മൾ ഓരോരുത്തരോടും എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്, ബലിപെരുന്നാളിന്റെ സന്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ കുടുംബം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചേക്കുക, പടച്ചവനിലേക്ക് സമർപ്പിച്ചേക്കുക. നമ്മുടെ മനസ്സ് പലതും മറയും, സാഹചര്യങ്ങൾ പലതും നമ്മോട് നിർദ്ദേശിക്കും, പല സമ്മർദ്ദങ്ങളും പല ഭാഗത്ത് നിന്നും ഉണ്ടാകും. വഴങ്ങിക്കൊടുത്തേക്കരുത്. അള്ളാഹുവിന്റെ താല്പര്യം എന്താണോ ആ വിഷയത്തിൽ, പടച്ചവന്റെ നിർദ്ദേശം എന്താണോ, പടച്ചവന്റെ സമ്മർദ്ദം എന്താണോ, ആ റബ്ബാനിയത്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ബലിപെരുന്നാളിലൂടെ ഈ വലിയ സന്ദേശം ഉൾക്കൊള്ളാൻ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഒന്നുകൂടി എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ മുഴുവൻ സഹോദരങ്ങൾ, മുഴുവൻ സുഹൃത്തുക്കൾ, ഈ മഹല്ലിലെ മുഴുവൻ സഹോദര സഹോദരിമാർ, എല്ലാവർക്കും ഒന്നുകൂടി കൃത്യമായ ബലിപെരുന്നാളിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ